or chat, come take a bite. Flavor and fun every day and night. Stories that simmer, laughter that's real. Family moments, every meal's a feel. Chat with love's on the plate. Serving flavor and fun, you just can't wait. Flavor Pod, family, and every bite. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റ് ഓർ ചാറ്റ്. ഈ വരുന്ന ഓഗസ്റ്റ് 15 നമ്മളെല്ലാ ഇന്ത്യക്കാരും നമ്മളുടെ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഞാൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള റെസിപ്പീസ് ആയിരിക്കും ഇടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഇന്ന് അതിനൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഏരിയയിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് പാലക് ചിക്കൻ, അല്ലെങ്കിൽ പഞ്ചാബികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സാഗ് വാല ചിക്കൻ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ടേസ്റ്റിലായാലും കളറിലായാലും ലുക്കിലായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയറ്റ് ചെയ്യാത്തവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളുടെ പാലക് ചിക്കൻ അല്ലെങ്കിൽ സാഗ് വാല ചിക്കന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു 1.5 സവാള, ഒരു മീഡിയം സൈസ് 1.5 സവാള കുഞ്ഞുകുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു വലിയ തക്കാളി കുഞ്ഞുകുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഇഞ്ചി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് ജൂലിയൻ ഷേപ്പിൽ കട്ട് ചെയ്തത്, പിന്നെ ഗ്രീൻ ചില്ലി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 3-4 ഡ്രൈഡ് റെഡ് ചില്ലി, പിന്നെ കുറച്ച് നാരങ്ങ നീര് വേണം, പിന്നെ കുറച്ച് കായം ഇതിന് ആവശ്യമാണ്. അപ്പോൾ കായം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നെയ്യ്, പിന്നെ 2 ബേ ലീഫ്, കുറച്ച് ജീരകം, 2 ഏലക്ക, കുറച്ച് പട്ട, ഗ്രാമ്പൂ, അത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇത്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. ഇനി അടുത്ത ഇതിന് വേണ്ടത് മേഥി ലീവ്സ് ആണ്. അത് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ പലതിലും ഇത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഒരു 350-400 ഗ്രാം ചിക്കൻ കറി കട്ട് പീസായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പാലക്ക്. ഇപ്പോൾ പാലക്ക് ഇതുപോലെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഒരു പഞ്ച് അതും വേണം. ഇനി ഇതിന് വേണ്ട മസാലപ്പൊടികൾ, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇതിന് വേണ്ടത് കുറച്ച് ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഞാൻ ഉപ്പും കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എത്ര അളവിനാണെന്നുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന നേരം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ചിക്കൻ കട്ട് പീസ്, ഒരു 350-400 ഗ്രാം ചിക്കൻ കാണും ഇത്. അപ്പം അത് എടുത്തിട്ട് ഇതിലേക്ക് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇടേണ്ടത് കുറച്ച് കശ്മീരി മുളക് പൊടി, അത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ എടുക്കാം. അപ്പം ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണേ. നാരങ്ങാ നീര് ഇച്ചിരി, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു ഇച്ചിരി മതിയാവും. കുറച്ചൊന്ന് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാരിനേഷന് വെക്കുക. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള പണിക്ക് പോകാൻ. അപ്പോൾ ഒരു ½ ആൻ അവറോളം ഇത് മാരിനേഷന് വെക്കണം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാരിനേഷനിലവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും, നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഉപ്പും പഞ്ചസാരയും ഞാൻ പറഞ്ഞല്ലോ, അതിവിടെ ഇടാനുള്ളതാണ്. ഈ ഉപ്പും പഞ്ചസാരയും ഈ വെള്ളത്തിലിട്ടിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. നല്ല തിള വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ സ്പിനാച്ച് അത്രയും, അതായത് നമ്മളെ പാലക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പാലക്ക് ഒരു ബഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും തന്നെ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ 1 കൈപ്പിടി മല്ലിയില, ഇത്രയും ഇതിൻ്റെ അകത്ത് ഇട്ട് തിളപ്പിക്കുക. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ബ്ലാഞ്ചിങ് എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ല,
അതായത് നമ്മൾ പാലക്കിൽ നോർമലി കുറച്ച് എന്താ പറയുക ഇത് കാണും, ഓക്സാലിക് ആസിഡ് കാണും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മളെ പാലക് ചിക്കൻ ഒരു നല്ല ബ്രൈറ്റ് ഗ്രീൻ കളർ വരാൻ കൂടിയാണ് ഈ ഒരു ബ്ലാഞ്ചിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 5-10 മിനിറ്റ് അതിൻ്റെ അകത്ത് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം ഇത് എടുത്ത് ഒരു തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മളെ പാലക്ക് ഒരു 5-10 മിനിറ്റ് ഇരുന്ന് ആ തിളച്ച വെള്ളത്തിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് ഒരു ബൗളിൽ എടുത്തേക്കുന്ന തണുത്ത വെള്ളമാണ്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ഒരു കുറച്ച് നേരം ഇട്ട് അതിൻ്റെ ആ ചൂടൊന്ന് മാറുന്നത് വരെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ട് ഒരു ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം അതവിടെ ഇരുന്ന് കൂളാവട്ടെ, നമ്മളെ പാലക്ക് ഒന്ന് കൂളാവട്ടെ. അപ്പോൾ നമ്മളുടെ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ആ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അത് പിഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങ് തീരെ പേസ്റ്റായിട്ട് അരയരുത്. ഇതുപോലെ ചെറിയ ചെറിയ തരികൾ അതിൻ്റെ അകത്ത് വേണം. ആ ഒരു പരുവത്തിന് അരച്ചെടുക്കുക. ഇനി നമുക്ക് പാലക് ചിക്കൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് എണ്ണ മതി. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അതും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് പാലക് ചിക്കനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ആ ഒത്തൻറ്റിക് ടേസ്റ്റിന് കുറച്ച് നെയ്യുടെ ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ എണ്ണയും നെയ്യും ഒക്കെ നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പട്ട, ജീരകം, ഗ്രാമ്പു അതിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ പൊട്ടിയൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള, 1.5 മീഡിയം സവാള ചോപ്പ് ചെയ്തത് അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ, പച്ചമുളക്, അത് ഗ്രീൻ ചില്ലിയും പിന്നെ 3-4 ഡ്രൈഡ് റെഡ് ചില്ലി നമ്മൾ എടുത്ത് വെച്ചിരുന്നു. അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കാണ് ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ പച്ചമുളകും ഡ്രൈഡ് ഉണക്കമുളകും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് ഇളക്കി ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും, ഈ ഒരു പരുവാകുമ്പോൾ ആണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം വേണം. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു ഉള്ളിയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് എടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളുടെ സവാളയുടെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറി നന്നായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ആ ഉള്ളിയുടെ കൂടെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാലയെല്ലാം നല്ല മൂത്ത് വരണം. അതിൻ്റെ ഈ ഒരു മിക്സ്ചറിൻ്റെ കളറ് ഇച്ചിരി കൂടെ ഡാർക്ക് കളറായി വരും. അപ്പോൾ അതുവരെ ഇത് സോട്ട് ചെയ്ത് കൊടുക്കുക. ബേണായി പോവാതെ, കരിഞ്ഞു പോവാതെ, അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊരു ഡാർക്ക് കളറിൽ നമ്മളെ ആ മസാലയൊക്കെ മൂത്ത് ഡാർക്ക് കളറിലാവും. ഇത് കണ്ടോ, ഇതുപോലെ ഡാർക്ക് കളറിൽ ആയി കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ സോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഈ ഒരു പരുവം എത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന
തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പാലക് ചിക്കൻ കറിയുടെ ബേസാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൂക്ക് വാം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കൂട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മളുടെ മസാല, അതായത് പാലക് ചിക്കൻ്റെ ഗ്രേവിയുടെ ബേസാണിത്. അത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമ്മളുടെ തക്കാളിയൊക്കെ നല്ല കുക്ക്ഡായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു പരുവാണ്. ഈ ഒരു ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആ മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയുടെ കൂട്ട് ചിക്കനിൽ നന്നായിട്ട് കോട്ടാവണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിൽ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന പാലക്ക് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ, ഈ പേസ്റ്റ് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാഷ്യൂവും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പം ഇതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പിയിൽ നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്യുന്നത്, അതുപോലെ ക്രീം ചേർക്കുന്നത്, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിപ്പം ഇതിൻ്റെ അകത്ത് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ചും കൂടെ ഹെൽത്തി വേ എന്നുള്ള ഇതിൽ ഞാൻ ക്രീമൊന്നും ആഡ് ചെയ്യാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളുടെ ആ സ്പിനാച്ചിൻ്റെ പേസ്റ്റൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു കളറ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ആ ചിക്കനും സ്പിനാച്ചും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവുന്നത് വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. നമ്മളുടെ ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. നമ്മളെ പാലക്കിൻ്റെയൊക്കെ കളറ് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് അടച്ച് വെച്ച് അവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു കുഞ്ഞു പാനിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കറിക്ക് കടുക് വറക്കുന്നത് പോലെ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ചോപ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യിൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബിക്കോസ് ഇത് നമ്മളെ പാലക് ചിക്കന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. അപ്പം ഈ ഗാർലിക് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ടോസ് ചെയ്യാം. നമ്മളുടെ ഗാർലിക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച്
കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഫുൾ പാലക് ചിക്കൻ ഉണ്ടാക്കിയതിൽ ഞാൻ കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ എരിവുള്ള നമ്മളെ നാടൻ മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം കശ്മീരി മുളക് പൊടിയെ ഇതിൽ യൂസ് ചെയ്യാവും. അപ്പം ഈ ഒരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ ഈ പാലക് ചിക്കൻ്റെ മേളിലോട്ട് ഇത് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ഗ്രേവി വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങളിത് ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ലൈറ്റ് ഗ്രീൻ കളറിലായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ക്രീം ചേർക്കാറുണ്ട്. ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ഫ്രഷ് ക്രീം ചേർക്കാറുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഗാർണിഷാണ്. അപ്പം ലാസ്റ്റായിട്ട് നമുക്കിനി കുറച്ച് സാധനങ്ങളുണ്ട്. ആദ്യം കുറച്ച് മേഥി ലീവ്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇടുക. അതൊരു ഒതൻറ്റിക് ടേസ്റ്റ് അതിന് കൊടുക്കും. അപ്പോൾ അത് കുറച്ചേ ഇടാവൂ, ഒരുപാട് ഇടരുത്. ഇട്ടാൽ കയ്പായി പോവും, നമ്മളുടെ കറി കഴിക്കും. അപ്പോൾ ഒരുപാട് ഇടരുത്, കുറച്ചേ ഇടുക, അത് ശ്രദ്ധിക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മതിയാവും. 1/4 ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. എരിവിന് നിങ്ങൾക്ക് ലാസ്റ്റിൽ ടേസ്റ്റ് ചെയ്യുമ്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരുപാട് എരിവ് അങ്ങനെ വരില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്യുക. അപ്പോൾ ഉപ്പും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാലക് ചിക്കൻ ഇവിടെ റെഡിയാണ്. നമുക്ക് സെർവ് ചെയ്യാം. നമ്മളുടെ പാലക് ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് ജൂലിയൻ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചറും കൂടെ മേളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പറാഠയുടെ കൂടെയോ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ. Don't forget to like and hit the bell icon.